ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. ദാനിയേൽ 10-ാം അധ്യായം അതിൻ്റെ 12-ാം വചനം. ഒരു ദൂതൻ വന്ന് ദാനിയേലിനോട് പറയുന്ന ഒരു കാര്യമാണ്. അവൻ പറഞ്ഞു, ദാനിയേലേ നീ ഭയപ്പെടണ്ട. ദാനിയേലേ നീ ഭയപ്പെടണ്ട. ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിൻ്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ഈ മല്ലടിക്കുന്ന ഒരു വിഷയമാണിത്. നമ്മളെപ്പോഴും ചോദിക്കാറുണ്ട്, ദൈവമേ നീ ഉണ്ടോ? നീ എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത്? എൻ്റെ പ്രശ്നം എന്താ തീരാത്തത്? ഇപ്പോൾ പലരും ഇങ്ങനെ ഈ നേഴ്സസൊക്കെ ഒത്തിരി ഇങ്ങനെ വിലപിക്കുന്ന കേട്ടിട്ടുണ്ട്. IELTS എക്സാം 10 പ്രാവശ്യം എഴുതി, കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഒരു IT കമ്പനിയിലെ ട്രെയിനിങ്ങിൻ്റെ ഓപ്പറേഷൻ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ അടുത്ത് ഒത്തിരി പിള്ളേർ വരുന്നുണ്ട്. ഒരു പ്ലേസ്മെൻറ്റ് ആഗ്രഹിച്ച് വരുന്നവരാണ് IT മേഖലയിൽ. തൊഴിലില്ലായ്മ അല്ല പ്രശ്നം, അവിടെ ഇഷ്ടം പോലെ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇവർക്ക് എന്തോ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇവർ പ്ലേസ്ഡ് ആവാത്തത്. ഇവർ കുറേ ഡ്രൈവ്സിനൊക്കെ ഇവർ അറ്റൻഡ് ചെയ്തിട്ട് ഇവർ അവസാനം മല്ലടിച്ചിട്ട് ഇവർക്ക് ജോലി കിട്ടുന്നില്ല. കിട്ടാതെ വരുമ്പോൾ ഇവർ ദൈവത്തോട് മല്ലടിക്കാൻ തുടങ്ങും. മല്ലടിച്ച് അവസാനം ഇവർ ദൈവത്തെ പഴിക്കാൻ തുടങ്ങും. ദൈവം ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനാണ് എന്നെ ആദ്യത്തെ ഇൻ്റർവ്യൂവിന് ഞാൻ എന്താ പ്ലേസ്ഡ് ആവാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഇനി വീട്ടിലെ പ്രശ്നങ്ങൾ അല്ലേ, പല ഭവനത്തിലും ഇതാണ്. പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരം കിട്ടുന്നില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. ഇതാണ് നമ്മുടെ വലിയൊരു പ്രശ്നം. ഇതാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഉത്തരം കിട്ടുന്നില്ല. ഇതെന്തുകൊണ്ടാണ് പ്രശ്നം തീരാത്തത്? അല്ലെ കടബാധ്യത മാറുന്നില്ല. പ്രാർത്ഥിച്ച് അല്ലെ പള്ളികളിൽ ചെന്നു നൊവേന നടത്തുന്നു, അത് നടത്തുന്നു. പക്ഷെ എന്നിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല. ഈ ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മളിങ്ങനെ പലപ്പോഴും പകച്ച് നിൽക്കാറുണ്ട് അല്ലേ. അങ്ങനെ വരുമ്പോഴേ നമ്മുടെ പ്രാർത്ഥിച്ചിട്ട് നടക്കാതെ വിവാഹം നടക്കുന്നില്ല. ഒത്തിരി പേർക്ക് കല്യാണം നടക്കുന്നില്ല. ഇപ്പോൾ 30 വയസ്സായി 35 വയസ്സായി ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും കല്യാണം നടക്കുന്നില്ല. അപ്പോൾ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഇത് നടക്കാതെ വരുമ്പോഴത്തേക്ക് പ്രാർത്ഥനയോട് ഭയങ്കര മടുപ്പാണ്. അപ്പോൾ അവരുടെ ഒരു സ്ഥിരം പരാതി ഇതാണ്, ദൈവത്തോട് ഭയങ്കര ദേഷ്യമാണ്, കർത്താവിനോട് ഭയങ്കര ദേഷ്യമാണ്. എന്താ ദേഷ്യം? നടക്കുന്നില്ലല്ലോ. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു വചനം ഭയങ്കര ആപ്റ്റാണ്. ദാനിയേലിനോട് ദൂതൻ ഇങ്ങനെ പറയാണ്, ദാനിയേലേ നീ ഭയപ്പെടണ്ട. ശരിയായി അറിയുന്നതിന് നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കും. ശരിയായി അറിയേണ്ടതിന് നിന്നെ തന്നെ എളിമപ്പെടുത്താൻ നീ തയ്യാറായ മൊമെൻ്റ് മുതൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. അപ്പോൾ അവിടെയാണ് പ്രശ്നം. എളിമപ്പെടുക, ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുക. നമ്മൾ പലപ്പോഴും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പലരും നമ്മളോട് പറയാനുണ്ട്, നിനക്ക് ഇച്ചിരി എളിമ വരാനുണ്ട്, നീ എളിമപ്പെടണം. എന്താണ് എളിമ? എളിമ എന്ന് പറയുന്നത് സ്വയം തിരുത്തലാണ്. അതായത് നമ്മളൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു. ഇപ്പം എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ വിവാഹം നടക്കുന്നില്ല. അത് നടക്കാത്തതിന് കാരണം എൻ്റെ ഏതൊക്കെയോ ഒരു സ്വഭാവത്തിന് മാറ്റം വരുത്തണം. ഒരു സ്വയം തിരുത്തലിൽ ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കണം. അങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ എളിമയുള്ള വ്യക്തി എന്ന് പറയും. സ്വയം തിരുത്തണം. കാരണം എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാനല്ലേ സോൾവ് ചെയ്യേണ്ടത്. അതിന് എൻ്റെ അപ്പം കിടന്ന് തലകുത്തി മറിഞ്ഞിട്ട് കാര്യമുണ്ടോ? അമ്മ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ജീവിത പങ്കാളി കിടന്ന് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. മക്കൾ കിടന്ന് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ തന്നെ തീരുമാനിക്കണം എന്നിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ. അങ്ങനെ സ്വയം തീരുമാനിച്ച് സ്വയമേ തിരുത്താനായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ എളിമപ്പെടുത്താൻ തയ്യാറാകുന്ന മൊമെൻറ്റിൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. 1-2 എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മളിപ്പോൾ ഒരു സിസ്റ്റത്തിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയാണ്. ഒരു ജോലി ആയിക്കൊള്ളട്ടെ, ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, ഒരു മിനിസ്ട്രി ആയിക്കൊള്ളട്ടെ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചിന്താഗതി ഏറ്റവും വലിയ സിസ്റ്റം ആ ചെയ്യുന്ന സംഭവമാണ്. പൊട്ടക്കൻ്റെ കിടക്കുന്ന തവളയുടെ അവസ്ഥ. അപ്പോൾ തവള ചിന്തിക്കുന്ന ഇങ്ങനെയാണ്, കിണറാണ് ജീവിതം, അതിൻ്റെ പുറത്തോട്ടൊരു ജീവിതം ഇല്ലെന്നാണ് ചിന്തിക്കുന്നത്. ഒരു മനോഹരമായ ഒരു മലയാള സിനിമയുണ്ടായിരുന്നു, ഗുരു എന്നാണ് സിനിമയുടെ പേര്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. ആ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ ഒരു പാറക്കെട്ടിനിടയ്ക്ക് ജീവിക്കുന്ന ഒരു ജനസമൂഹം. കണ്ണ് കാണത്തില്ല അവർക്ക്. അവരുടെ ഇതെന്ന് പറഞ്ഞാൽ പാറക്കെട്ടിനപ്പുറം ഒരു ജീവിതം ഇല്ല എന്നാണ് ചിന്തിക്കുന്നത്, ഒരു ലോകമില്ല. അപ്പോൾ ലോകം മുഴുവൻ ഇതിനുള്ളിലാണ്
എന്ന് കരുതുന്ന ഒരു ജനസമൂഹത്തെ ഇങ്ങനെ പുറത്ത് കാണിച്ചിരിക്കുകയാണ് ആ സിനിമയിൽ. കാരണം ആ ഒരു ആത്മീയതയുടെ അഹക്കാമ്പ് എന്താണെന്ന് ശരിക്കും കാണിച്ചേക്കുന്നൊരു സിനിമയാണ്. പുറത്തെ ആചാരങ്ങളിലല്ല ആത്മീയത നിൽക്കുന്നത്, ഉള്ളിലെ മാറ്റത്തിലാണ്. നമ്മുടെ ഉള്ളിലൊക്കെ വരേണ്ട ഒരു മാറ്റത്തിലാണ് കേട്ടോ. അവിടെ പുറം ലോകമല്ല മാറേണ്ടത്, ആ ഉള്ളിലെ ലോകമാണ് മാറേണ്ടത്. എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. ഒരു ബോക്സിൻ്റെ വെളിയിൽ ചിന്തിക്കും. കാരണം ബോക്സിന് ഉള്ളിൽ കിടന്ന് നീ ചിന്തിക്കുമ്പോൾ നിനക്ക് ആ ബോക്സാണ് ജീവിതം, ബോക്സ് മാത്രമേ നീ കാണുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ പുറത്തോട്ട് വാ, തിങ്ക് ഔട്ട്സൈഡ് ദ ബോക്സ്. നമ്മുടെ ചിന്താഗതി ഈ ബോക്സിന് പുറത്തോട്ട് വരട്ടെ, അവിടെ നമുക്കൊരു മാറ്റം വരുത്തും, അവിടെയാണ് നമുക്ക് മാറ്റം വരുന്നത്. അപ്പം ഇപ്പം എൻ്റെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ കരിയറിലൊക്കെ നമുക്കൊരു പ്രൊമോഷൻ, അടുത്തൊരു ലെവലിലേക്കൊക്കെ ഒരു മാറ്റം കമ്പനി തരുന്നത് നമ്മുടെ മാറ്റത്തിലൂടെയാണ്. കാരണം നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ചിന്താഗതിക്ക് മാറ്റം വന്നിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ റിസൾട്ട് ഉണ്ടാവാൻ തുടങ്ങും. ദൈവം ആഗ്രഹിക്കുന്ന ഫലം നമുക്ക് കായ്ക്കാൻ തുടങ്ങും. അത് കായ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത ഉത്തരവാദിത്വം ഏൽപ്പിക്കും. ഈ ജോലിയിലെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ചുമ്മാ നമുക്ക് തരുന്നതല്ല, അത് ഇറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് റെസ്പോൺസിബിലിറ്റി. അതൊരു ഉത്തരവാദിത്തമാണ്. അത് ചെയ്യാനുള്ള ഒരു മാനസിക, ആത്മീയ, ശാരീരിക പക്വതയിലേക്ക് ഞാൻ എത്തി. എന്നെ തന്നെ മാറ്റം വരുത്തി, എളിമപ്പെടുത്തി, തിരുത്തി ഞാൻ. അങ്ങനെ അടുത്ത ലെവലിലേക്ക് എത്തുമ്പോഴാണ് ഈ സാധനം തരുന്നത്. ഇതിൻ്റെ റിവാർഡാണ് സാലറി. അപ്പോൾ സാലറി ഹൈക്ക് എന്ന് പറയുന്നതും അതിൻ്റെ റിവാർഡാണ്, നമ്മളിൽ വരുന്ന മാറ്റം അനുസരിച്ചാണ്. ചിലർക്കൊരു 10,000 രൂപയ്ക്ക് സാലറിക്ക് കയറി കഴിഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ 10,000 രൂപയേ ഉള്ളൂ. മാറ്റമില്ല അവർക്ക്. ഒരു ഫാമിലി സ്റ്റാറ്റസ് മാറുന്നില്ല, ചിന്താഗതി മാറുന്നില്ല. പിടികിട്ടുന്നുണ്ടോ? ഇപ്പം എൻ്റെ ഒരു മോനുണ്ട്, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടമാണ്. അവനവിടെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ IPSRൽ പഠിക്കാൻ വന്ന ഒരു പയ്യനാണ്. അപ്പം ഇവനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനൊരു ചിന്താഗതി ഉണ്ടായിരുന്നു, ഇവൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്നൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. അതും നമ്മളെ ഭയങ്കരമായിട്ട് അടിമപ്പെടുത്തുന്ന ഒരു ചിന്താഗതി. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അതും ഈ പൊട്ടക്കൻ്റെ കിടക്കുന്ന തവളയുടെ അവസ്ഥയാണ്. കാരണം ആ ചിന്താഗതിയിൽ ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്. ആ ചിന്തയിൽ നിന്ന് നമ്മൾ പുറത്ത് കിടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇവന് ഒരു സർട്ടിഫിക്കേഷൻ എക്സാം എഴുതി 3 പ്രാവശ്യം തോറ്റൊരു പയ്യനാണ്. തോറ്റിട്ട് ഇവൻ പറഞ്ഞു ഞാൻ ഇനി നിർത്തി പോവാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇവനെ നമ്മുടെ ഒരു ഫാക്കൽറ്റിയുടെ കൂടെ ഇരുത്തിയിട്ട് നീ ചെയ്യുന്നതല്ല, ഇവനെ ഒന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോഴാണ് ഇവന് മനസ്സിലാവുന്നത് ഇവൻ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു കൺസൾട്ടേഷൻ നമുക്ക് ആവശ്യമുണ്ട്. നമ്മളെ കഴിഞ്ഞ് അറിയാവുന്ന ഒരു വ്യക്തിയെടുത്ത് നമ്മൾ ചോദിക്കണം, ഇതിങ്ങനെയാണോ ചെയ്യേണ്ടത്. അങ്ങനെ ചോദിക്കുമ്പോഴാണ് തിരുത്തപ്പെടലിന് ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ചോദിക്കാത്തിടത്തോളം കാലം നമ്മൾ തിരുത്തപ്പെടില്ല. പിടികിട്ടുന്നുണ്ടോ? ദൈവത്തോട് നമ്മൾ ചോദിക്കണം. അതാ ദാനിയേലിനോട് പറയുന്നത്, ദാനിയേലെ, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ തന്നെ തിരുത്താനായിട്ട് നീ വിട്ടുകൊടുത്ത സമയം മുതൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. അങ്ങനെ ഇവന് മനസ്സിലായി. ഇവനെ ഞാൻ ലാബിൽ നിർത്തി പിള്ളേരോട് പറഞ്ഞു, എന്ത് സംശയം ഉണ്ടല്ലോ ഈ പയ്യനോട് ചോദിച്ചാൽ മതി. അങ്ങനെ ഇവന് മാറ്റം വരാൻ തുടങ്ങി. എന്നിട്ട് ഞങ്ങൾ ഒരു മലയാറ്റൂർ മല കയറാൻ പോയി ഒരു നോയമ്പിൻ്റെ സമയത്ത്. അപ്പോൾ മല കയറുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. ആദ്യത്തെ സ്റ്റേഷൻ തുടങ്ങുന്ന അവിടെ നമ്മൾ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ ഞാൻ ഈ മല കയറാൻ പോവാണ്. ഓരോ സ്റ്റേഷൻ പിന്നിടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എവിടാണ് ഞാൻ മാറ്റം വരുത്തേണ്ടതെന്ന് നീ എനിക്ക് മനസ്സിലാക്കി തരണേ. എന്നിട്ടാണ് ത്യാഗപൂർവ്വം കയറുന്നത്. അതിന് മാറ്റം വരും. ഇത് മറ്റൊരാളെ മാറ്റം വരുത്താനല്ല നമ്മൾ കയറുന്നത്. വേളാങ്കണ്ണി പോകുന്നത് ഇങ്ങനെ. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെന്ന് അവിടെ നിത്യാരാധന ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് പറയുന്നൊരു കാര്യമുണ്ട്, അമ്മേ ഞാൻ എവിടെ മാറ്റം വരുത്തണ്ടേ, എൻ്റെ ജീവിതത്തിൽ എവിടെ ഏത് മേഖലയിലാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്, ഇത് നീ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഇത് മനസ്സിലാക്കിയിട്ടാണ് പതുക്കെ അവിടുന്ന് തിരിച്ചു പോരുന്നത്. ഇത് മനസ്സിലാക്കിയാണ് ഈ മല കയറുന്നത്. അതൊരു അനുഗ്രഹമായിട്ട് മാറും. കാരണം അവിടെ കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ തലയ്ക്ക് കുറേ വെളിവ് വരുമെന്നേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കോ നമുക്ക് മാറ്റം വരുത്താനുണ്ട്. അത് ഓരോ സ്റ്റേഷൻ അല്ലേ, യേശുവിനെ മരണത്തിന് വിധിക്കപ്പെടുന്നത് തൊട്ടിട്ട് അമ്മയുടെ മടി കിടത്തി അടക്കുന്ന വരെ എവിടേക്കോ ആ ഒരു മേഖലയിലൂടെ ഞാനും കടക്കേണ്ടിയിരിക്കുന്നു. എവിടേക്കോ മാറ്റം വരണം. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, എടാ നമ്മൾ താഴെ 3-4 പേര് ചേർന്നാണ് ഞങ്ങൾ മല കയറുന്നത്. എൻ്റെ മോനും കാണും കൂടെ, മൂത്തവനും. അപ്പം മല കയറുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവമേ ഈ മല കയറുമ്പോഴേ ഞങ്ങളുടെ ജീവിതത്തിൽ എവിടേക്കാണ് മാറ്റം വരുത്തേണ്ടത്, നീ ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ച് തരണേ എന്നും പറഞ്ഞാൽ കയറുന്നത്. വൈകിട്ടായിരിക്കും കയറുന്നത്. അപ്പോൾ അങ്ങനെ ഈ മല കയറി തിരിച്ചിറങ്ങി വന്നപ്പോൾ ഹിറ്റാച്ചി വെന്തേര എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു ഡ്രൈവ് വന്നു. ആ ഡ്രൈവിൽ ഇവനൊരു ഡിപ്ലോമ മാത്രമേ ഉള്ളൂ. അങ്ങനെ പുറമേ നോക്കിയാൽ വലിയ കഴിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ ദൈവത്തിൻ്റെ വലിയൊരു ബ്ലെസ്സിങ് അവനിലുണ്ടായിരുന്നു. മാറ്റം വരുത്താനായിട്ട് അവൻ തയ്യാറായായിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ആ ഡ്രൈവിൽ ബാക്കിയെല്ലാം MCA BTech MTech എടുത്ത് ഈ പയ്യനെ മാത്രം എടുത്തുള്ളൂ. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പയ്യനെ. അങ്ങനെ അവനിപ്പം വേറൊരു MNC കമ്പനിയിൽ ഡെവോപ്സ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുക. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു 5-6 വർഷത്തിനുള്ളിൽ ഒരു കമ്പനിയുടെ ഒരു CEO ലെവലിൽ എനിക്ക് എത്തും. കാരണം അതിനുള്ള ഒരു കൃപ ആ പയ്യനെ കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഈ വർഷവും ഞങ്ങൾ മലയാറ്റൂർ മല കയറിയപ്പോൾ ഇവന് എല്ലാ വർഷവും വരും നോയമ്പിൻ്റെ സമയത്ത്, സാറേ എപ്പോഴാണ് നമുക്ക് മല കയറാൻ പോകേണ്ടത്. ഈ വർഷം അവൻ്റെ ഫ്രണ്ടിനെ അവൻ വിളിച്ചുകൊണ്ട് വന്നു. ആ ഫ്രണ്ട് ഒരു ക്രൈസ്തവ വിശ്വാസി അല്ല, ആക്ച്വലി അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഈ ഫ്രണ്ട് വന്നപ്പോഴത്തേക്ക് ഇവൻ്റെ ഒരു നേച്ചർ എന്താണെന്ന് വെച്ചാൽ, ഇവന് ബാങ്ക് ടെസ്റ്റ് എഴുതി, നല്ല ബിടെക്കാരനാണ്, ബാങ്ക് ടെസ്റ്റൊക്കെ എഴുതി ഇരിക്കുന്ന ഒരു പയ്യനാണ്. അപ്പോൾ 4 വർഷമായിട്ട് ഇവന് ഒത്തിരി ഇൻ്റർവ്യൂസൊക്കെ വരുന്നുണ്ട്, ഇവൻ പ്ലേസ്ഡ് ആവുന്നില്ല, ജോലി കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ മലയാറ്റൂർമല മുകളിൽ കയറി കഴിയുമ്പോൾ അവിടെ നിന്ന് ഒരു കടുങ്കാപ്പി ചുക്കുകാപ്പിയൊക്കെ അടിച്ചിട്ട് അവിടെ ചെന്ന് അടിമ വയ്ക്കും. ഇതുങ്ങളെല്ലാം ഒന്ന് അടിമ വയ്ക്കും, എല്ലാവരും അവിടെ നിന്ന് എല്ലാവരും അടിമ വെച്ചിട്ട് അവിടെ ആനകുത്തിപ്പള്ളി ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് താഴെ പാറയുണ്ട്. അപ്പോൾ പാറ താഴെ ഇറങ്ങുമ്പോൾ ഒരു ലെവൽ പ്ലേസ് ഉണ്ട്, അവിടെ ഇങ്ങനെ കിടന്നൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് രാത്രി ഒരു 12-1 മണിയോട് കൂടിയാണ് നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ കിടന്ന സമയത്ത് ഇവൻ്റെ കൂടെ വന്ന ഈ പയ്യൻ എന്നോട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചു. സാറേ ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എന്താ നിലപാടെടുക്കേണ്ടത്, വീട്ടിലിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിങ്ങനെ മതിയോ, ഇതിനെന്തെങ്കിലും മാറ്റം വരുത്തണോ, ഇനി നമ്മുടെ ജോലി മേഖലയിൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവൻ ചോദിക്കാൻ തുടങ്ങി. ഈ സാധനമാണ് ദാനിയേലിനോട് പറഞ്ഞ് നീ നിന്നെ ശരിയായി അറിയേണ്ടതിന്, ഇത് നന്നായിട്ട് ഇതിൻ്റെ ഒരു കറക്റ്റ്നെസ് എന്താണ്, ഇതിൻ്റെ നേരായ വഴി എന്താണെന്ന് നീ അറിയേണ്ടതിന് നിന്നെ തന്നെ ദൈവസന്നിധിയുടെ മുമ്പിൽ നീ എളിമപ്പെടുത്താൻ തുടങ്ങിയ മൊമെൻറ്റ് മുതൽ നിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാ ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പയ്യൻ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ചേട്ടാ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നമ്മൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടത്, അല്ലെ ഫ്രണ്ട്സ് നമ്മളോട് ഇങ്ങനെ ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ട്, പലതും വലിയ പ്രശ്നമായിട്ടുണ്ട്, അത് പ്രശ്നമാവാതെ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ചിന്താഗതിക്ക് ചെറിയ മാറ്റം വരിക, പിടികിട്ടുന്നുണ്ടോ, ആറ്റിറ്റ്യൂഡ് മാറുക, സിംപിളി പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇവൻ ഒത്തിരി ഒരു 2 മണിക്കൂറോളം ഇവൻ ഒത്തിരി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ മല ഇറങ്ങി നേരെ ആലുവ സ്റ്റേഷനിൽ കൊണ്ടുവരെ വിട്ടു. ഞാൻ വീട്ടിലോട്ട് പോയി, ഞാനും ചെറുക്കനും കൂടി വീട്ടിലോട്ട് പോയി. തൊട്ടടുത്ത ദിവസം അന്ന് വെളുപ്പിന് തന്നെ, അന്ന് രാവിലെ ഒരു 10:30 ആയപ്പോഴത്തേക്ക് ഈ പയ്യൻ എന്നെ വിളിച്ചു. സാറേ ഞാൻ 5 മണിയായപ്പം വീട്ടിൽ വന്നു, 10:30 ആയപ്പോൾ പോസ്റ്റ്മാൻ ഒരു ലെറ്റർ കൊണ്ട് തന്നു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ കാനറ ബാങ്കിൻ്റെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് അവന് കിട്ടി. 4 വർഷം ജോലി കിട്ടാതിരുന്ന പയ്യനാണ്. ആറ്റിറ്റ്യൂഡ് മാറി, ചിന്താഗതി മാറി, ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് വരും. ഇവിടാണ് നമ്മൾ ദൈവത്തിൻ്റെ മല്ലടിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ഒരു ചിന്താഗതി മാറ്റം വരാനുണ്ട്. എവിടെയൊക്കെയോ മാറ്റം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എവിടെയൊക്കെയോ മാറ്റം വരണം. കാരണം ഒരു ഫ്രൂട്ട്ഫുള്ളിലേക്ക് ദൈവം ആഗ്രഹിക്കുന്ന ഫലമല്ല നമ്മളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ വിവാഹം നടക്കത്തില്ല, ശരിയല്ലേ? ഒരു ഭർത്താവ് അവൻ ഭാര്യ ഒരുങ്ങിയിട്ടില്ല, വിവാഹം നടക്കത്തില്ല. ഒരു അങ്കിൾ വന്ന് എന്നോട് പറഞ്ഞു, മോളുടെ കല്യാണം നടക്കുന്നില്ല മോനെ, ഒന്ന് പ്രാർത്ഥിക്കാവോ. ഞാൻ പെട്ടെന്ന് അങ്കിളിനോട് ചോദിച്ചു, അമ്മായപ്പനാവാൻ ഒരുങ്ങിയിട്ടുണ്ടോ? അതൊരു ചോദ്യമാണല്ലോ. അമ്മായപ്പനാവാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? അമ്മായപ്പനാവാൻ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കുഞ്ഞിൻ്റെ കല്യാണം നടക്കും. അപ്പോൾ അമ്മായപ്പനിലേക്ക് ഒരു മാറ്റത്തിന് ആവശ്യമുണ്ട്, ചിന്താഗതിക്ക് മാറ്റം വരണം, ശരിയല്ലേ? ഇതുപോലെയാണ് നമ്മൾ ദൈവത്തോട് മല്ലടിച്ചിട്ട് എന്താ കാര്യം? മല്ലടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ മാറ്റത്തിലൂടെ ബ്ലെസ്സിങ് വരത്തുള്ളൂ. ഈ പുതിയ നിയമം പഴയ നിയമം തമ്മിലുള്ള മേജർ ഡിഫറൻസ് അതാ, ചിന്താഗതിക്കുള്ള മാറ്റമാണ് പുതിയ നിയമത്തിൽ മാനസാന്തരം എന്ന് പറയുന്നത്. അല്ലെ, ആ വേർഡൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ അത് മനസ്സിൻ്റെ അന്തരമാണ്, മനസ്സിൻ്റെ ചിന്താഗതിയാണ്. ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി, ബ്ലെസ്സിങ് വരും. അതിനാണ് സ്നാപയോന ജലം കൊണ്ട് ജ്ഞാനസ്നാനത്തിൻ്റെ ജലം തലയിലേക്ക് ഒഴിച്ചത്. ഇത് ജ്ഞാനസ്നാനമാണ്, അത് ജ്ഞാനം കൊണ്ട് സ്നാനമാണ്, വിഷ്ടമാണ് അത്. അപ്പോൾ ഇത് തല വീണവരാ നമ്മൾ ഓരോരുത്തരും, ശരിയല്ലേ? അത് തിരിച്ചറിവുകളാണ്. ഈ തിരിച്ചറിവുകൾ കൊണ്ടിട്ട് നമുക്ക് മാറ്റം വരുത്താനായിട്ട് നമുക്ക് ജീവിതത്തിൽ പറ്റണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നടന്നോളൂന്നേ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ജോലി കിട്ടുന്നില്ല, ഇൻ്റർവ്യൂ പാസ്സാവുന്നില്ല, ആ ഇൻ്റർവ്യൂ പാസ്സാവാനായിട്ടുള്ള ഒരു കഴിവിലേക്ക് ശരിയായി അറിഞ്ഞെത്തിയിട്ടില്ല. എത്തുമ്പോഴത്തേക്ക് ജോലി കിട്ടും. ഞാനിപ്പോൾ 2017 IPSRൽ ജോയിൻ ചെയ്യുന്നത്. ചോദിച്ചായിട്ട് ഇത്രയും കാലഘട്ടത്തിൽ ഒത്തിരിയേറെ 10,000-കണക്കിന് സ്റ്റുഡൻസിനെ 1-to-1 ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഒത്തിരി പേരെ കയറ്റി വിട്ടിട്ടുണ്ട്. ഞാൻ ഒരു മെൻറ്ററും കൂടിയാണ് IPSRൽ. കാരണം ഇവരെ എനിക്ക് കേൾക്കണം, ഞാൻ ഇവരുമായിട്ട് സംസാരിക്കാറുണ്ട്, ഇവർക്ക് കറക്റ്റ് ഒരു ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന്. ദൈവം സഹായിക്കാറുണ്ട്, കർത്താവ് പറഞ്ഞു തരും ഇന്നതാണ് ഇവരുടെ പ്രശ്നമെന്ന്. അപ്പോൾ അത് പതുക്കെ ഇൻഡയറക്റ്റായിട്ട് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആ ഒരു ചിന്താഗതി മാറ്റം വരും. ഇവർ പ്ലേസ്ഡ് ആവുമോ? അല്ലാതെ ഒരു ആവില്ല. നല്ലൊരു കമ്പനിയിലേക്ക്, നല്ലൊരു കരിയറിലേക്ക് ഇവർക്ക് എത്താനായിട്ട് പറ്റാതെ വരും. ഇനി ഈ IELTS വേണ്ടി കഷ്ടപ്പെടുന്നത് ഇങ്ങനെ തന്നെയാണ്, അല്ലേ? നല്ലൊരു നേഴ്സ് ആവാൻ നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു മെഡിക്കൽ അല്ലേ, ഇത് ജീവനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണല്ലോ, അല്ലെ? ജീവനെ സംരക്ഷിക്കാനല്ലേ നമ്മൾ ആ പ്രൊഫഷൻ ചൂസ് ചെയ്തേക്കുന്നേ. അപ്പോൾ നല്ലൊരു നേഴ്സായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്, IELTS പാസ്സാവും. IELTS പാസ്സാവാൻ വേണ്ടി നിങ്ങൾ പഠിക്കണ്ട,
നല്ലൊരു നേഴ്സ് ആവാൻ വേണ്ടി പഠിച്ചാൽ മതി. പിടി കിട്ടിയ. ഇനി കല്യാണം കഴിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ നല്ലൊരു കുടുംബം പോറ്റാനുള്ള, നല്ല രീതിക്ക് ഒരു കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. നിങ്ങളെ തന്നെ മാറ്റം വരുത്തിക്കേ. കല്യാണം ഈസി ആയിട്ട് നടന്നോളൂ. പിടി കിട്ടിയോ? ഇനി സ്ഥലം വയ്ക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ക്വാളിറ്റി ലൈഫുണ്ട് നമുക്ക്, പ്രശ്നമൊന്നും ഇല്ലാതെ കൊണ്ടുപോകുന്ന ഒരു ലെവലുണ്ട്. അതിൻ്റെ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ മാറ്റം വരുത്തിയാൽ മതി. സ്ഥലവിൽപ്പന നടന്നോളൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ ചെറിയ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ദൈവത്തോട്ട് മല്ലടിക്കണ്ട. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ എന്തായിരിക്കണം, അങ്ങനെ ഒരു ഫോക്കസ് ചെയ്യും, ഒരു എയിം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലേക്കാണ് പോകുന്നത്. 2022 അല്ല മനസ്സിൽ കാണേണ്ടത്, 2032. 32 കണ്ടാണ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഈ ബേർഡൻസ് സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മറികടന്ന് പോയിക്കോളൂ. അല്ലേ എല്ലാം പ്രശ്നമായിരിക്കും. ദൈവത്തോടും മല്ലടിക്കും കേട്ടോ. നമുക്ക് മാറ്റം വരാതെ ദൈവം നമ്മളെ അനുഗ്രഹിക്കത്തില്ല. ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ചേഞ്ചാണ്. ആറ്റിറ്റ്യൂഡ് ചേഞ്ചിലൂടെ കിട്ടുന്നതാണ് ദൈവാനുഗ്രഹം. മാനസാന്തരത്തിലൂടെ ഒഴുകുന്നതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. അത് നമ്മുടെ മനസ്സിൻ്റെ ചിന്താഗതിയുടെ മാറ്റം. അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത്, അണലി സന്തതികളെ വൃക്ഷത്തിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെ വെട്ടി തീയിലെറിയപ്പെടും. അണലി സന്തതികളെ എന്ന് വിളിച്ച് പറയും. കാരണം നമ്മളിൽ നിന്ന് ഈ ഫലം കായ്ക്കാനായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിന്താഗതിയിൽ പോയാൽ പറ്റത്തില്ല. ചിന്താഗതിക്ക് മാറ്റം, അവിടെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഇത് വലിയ കീറാമുട്ടി സാധനമൊന്നും അല്ലെന്നേ, സിമ്പിളാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആംഗിളിലൊന്ന് ചിന്തിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം നിൻ്റെ വീട്ടിൻ്റെ പടിവാതിൽക്ക് വന്ന് നിൽക്കുന്നു. നിൻ്റെ ചിന്താഗതി മാറാനായിട്ട് അത് നോക്കി നിൽക്കുന്നു. അപ്പം എൻ്റെയും ചിന്താഗതി മാറാനായിട്ട് അത് നോക്കി നിൽക്കുന്നു. എൻ്റെ പടിവാതിൽക്കലും വന്ന് നിൽപ്പുണ്ട് പല ബ്ലെസ്സിങ്സും അനുഗ്രഹങ്ങളും കേട്ടോ. വാതിലിനുള്ളിലേക്ക് കയറാനായിട്ട് നമ്മൾ അനുവദിക്കുന്നില്ല. കാരണം നമ്മൾ ഇതേ ചിന്തയിലാണ് നിൽക്കുന്നത്. അതൊന്ന് മാറ്റിക്ക് ഈ അനുഗ്രഹത്തെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മേ, ആ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ചിന് നീ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളുടെ ഒരു ചിന്താഗതി നീ പതുക്കെ മാറ്റം വരുത്തിയെടുക്കണേ. കാരണം ശിഷ്യന്മാരെയൊക്കെ നീയാണല്ലോ ഒരുക്കിയെടുത്തത് അല്ല. അവർ പേടിച്ചറിഞ്ഞിട്ട് ഓടിയതാണ്. ഒരു ചിന്താഗതി മാറി. കാരണം ശക്തനായവനുള്ളിലുണ്ട് എന്നൊരു ചിന്തയിലേക്ക് അവർ വന്നു. അവരുടെ മിഷൻ അവർ തിരിച്ചറിയാൻ തുടങ്ങി. അവരുടെ വഴി അവർ കണ്ടുപിടിക്കാൻ തുടങ്ങി. വേറൊരു ഡയമെൻഷനിലേക്ക് ലൈഫ് മാറുക. ഇതാ ലോകത്തെ തലകീഴായി മറിച്ചവർ ഇവിടെയും വന്നിരിക്കുന്നു. ആ ഒരു രീതിക്ക് ഉള്ള ഒരു മാറ്റത്തിന് വേണ്ടി നമുക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ആ ഒരു മാനസാന്തരത്തിൻ്റെ ഫലം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ അടുത്ത് വരട്ടെ. നമ്മളെ മാറ്റം വരുത്താനായിട്ട് നമുക്ക് തയ്യാറാവാം. ആമേൻ.